ഡൽഹിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും വായു മലിനീകരണം ഗുരുതരാവസ്ഥയിൽ. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം വായു ഗുണനിലവാര സൂചിക 409 കടന്നു. ഇതിൽ 3 നഗരങ്ങളിൽ വായു ഗുണനിലവാര അതീവ ഗുരുതരാവസ്ഥയിലാണ്. ഇതുവരെ നേരിടാത്ത അസാധാരണ സാഹചര്യത്തിലൂടെയാണ് രാജ്യതലസ്ഥാനം കടന്നുപോകുന്നത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഡൽഹിയിലെ 21 മേഖലകളിൽ വായു ഗുണനിലവാരം മോശം അവസ്ഥയിലാണ്. ജഹാംഗീർപുരി, ബവാന, വാസിർപൂർ, രോഹിണി എന്നിവിടങ്ങളിൽ വായു ഗുണനിലവാരം അതീവ ഗുരുതരമാണ്. എങ്കിലും കഴിഞ്ഞ ദിവസത്തെ കണക്കുകളെ അപേക്ഷിച്ച് മലിനീകരണത്തോത് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. വായു മലിനീകരണത്തോത് ഏറെയൊന്നും കുറവില്ലാത്ത സാഹചര്യത്തിൽ ഡൽഹിയിലെ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ നിർദ്ദേശപ്രകാരം പ്രത്യേക ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ 3 ആണ് നടപ്പിലാക്കുക. ഡൽഹിയിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ഓൺലൈനായിരിക്കും. ഇലക്ട്രിക്, CNG, BS6 ഡീസൽ എന്നിവയൊഴികെയുള്ള അന്തർ സംസ്ഥാന വാഹനങ്ങൾ, ബസ്സുകൾ, ട്രക്കുകൾ തുടങ്ങിയവയുടെ പ്രവേശനം തടഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലേക്ക് മാത്രമല്ല, ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ നഗർ എന്നിവിടങ്ങളിലേക്കും വാഹനങ്ങൾക്ക് വിലക്കുണ്ട്. നഗരത്തിൽ കനത്ത പുകമഞ്ഞ് മൂടിയതിനെ തുടർന്ന് ജനങ്ങൾക്ക് ശ്വസിക്കാൻ പോലും ആകാത്ത സാഹചര്യത്തിലാണ്. ശക്തമായ കാറ്റും സ്ഥിതി കൂടുതൽ ഗുരുതരമാക്കുന്നുണ്ട്. കനത്ത പുകമഞ്ഞിനെ തുടർന്ന് സമീപ ദിവസങ്ങളിലായി നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.